നമുക്ക് സംസാരിക്കാം, പിന്നെ സംസാരിക്കാം. വിഷയം പഠിച്ചിട്ട് സംസാരിക്കണം. പഠിക്കാനൊന്നുമില്ല, അതൊക്കെ എന്ത് പഠിക്കാനാണ്? ഇപ്പോൾ ചാരവൃത്തി അങ്ങനെ ചോദിക്കല്ലേ, അങ്ങനെ ചോദിച്ചാൽ മോശമല്ലേ. ഞാനെന്തോ ഇങ്ങനെ ചോദ്യം ഒഫീഷ്യൽ സ്വീകരണം സ്വീകരിച്ച് വന്നതാണല്ലോ, അത്രയും ബ്ലോഗർമാർ വന്നായിരുന്നല്ലോ. അവകാശ രേഖകൾ അത് വിശദമായിട്ട് പറയാന്ന്, വിശദമായിട്ട് പറയാം. പിന്നീട് സംസാരിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നൊന്നും ഇല്ല ഇതിൽ. ഓക്കെ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അല്ല, എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഞാനിത് കേരളത്തിൽ മാത്രമല്ല പല സ്റ്റേറ്റുകളുടെയും പ്രൊമോഷൻ വേണ്ടി അവർ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവർ ചാരപ്രവൃത്തി ചെയ്തു എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല നമ്മൾ കൊണ്ടുവന്നെന്നുള്ളത് സ്വാഭാവികം. അത് ഉറപ്പല്ലേ? ഒന്ന് ഇറങ്ങി തരാം. അതെ അതെ പല ബ്ലോഗർമാർ വന്നിരുന്നു, ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന് പ്രൊമോഷൻ ഭാഗമായിട്ട് കൊണ്ടുവന്നിരുന്നു. അതിനകത്ത് ഇവരും ഉൾപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നതില്? അവർ കേരളത്തിൽ വന്ന് വ്ലോഗ് ചെയ്ത് മടങ്ങി അതേതെങ്കിലും തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ അല്ല രാജ്യത്തിന്റെ സുരക്ഷ ബാധിക്കും, അങ്ങനെ ഒരു ആശങ്ക ഉണ്ടോ നിലവിൽ? അല്ലല്ലേ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ആണെന്നാണ് നിങ്ങളെ അഭിപ്രായം? ബാക്കി ജനങ്ങൾക്ക് അറിയാന്നതില് വെറുതെ നമ്മൾട്ടെ അതുകൊണ്ട് നമുക്ക് അതൊക്കെ ജനങ്ങൾക്ക് അറിയാലോ. ചാരപ്രവർത്തിക്ക് വേണ്ടിയിട്ട് ഓരോവിടെ വിളിച്ച് അതിൻ്റെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സർക്കാരോ മന്ത്രിമാരാണോ കേരളത്തിൽ? അങ്ങനെയല്ല. ഇതിന് ശേഷമാണല്ലോ ഇവർ പിടിയിലാകുന്നത്. അതിനുശേഷം പിടിയിലായ ശേഷം ഇവരെടുത്ത് വ്ലോഗ് വഴി നമുക്ക് എന്തെങ്കിലും നമ്മൾ നല്ലൊരു ലക്ഷ്യത്തോടെയാണല്ലോ ഇവരെ കൊണ്ടുവന്നത്. ആ ഉദ്ദേശ ലക്ഷ്യത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ടോ ഇവർ വന്നത്? അല്ല, നമ്മൾ എല്ലാം നല്ല ഉദ്ദേശത്തോടെയാണല്ലോ ചെയ്യുന്നത്. എത്രയോ കാലമായി കേരളത്തിൽ എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെയാണ് ടൂറിസം വകുപ്പ് ഇപ്പോഴും ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ആ അർത്ഥത്തിലാണ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾക്ക് ഊഹിച്ചാൽ പോരെ ഇതിലൊക്കെ എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് എന്തായാലും തോന്നുന്നത് പറയും, എന്നാൽ പിന്നെ എളുപ്പമില്ലേ? അല്ല, നമ്മളിങ്ങനെ ഒരു ബോധപൂർവം കൊണ്ടുവരുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സിമ്പിളല്ലേ? നമുക്ക് പിന്നെ നോക്കാം, പിന്നെ സംസാരിക്കാം. വേറെ എന്തെയുണ്ടോ? ഇനി ഇതുപോലെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോഴേ കുറച്ചുകൂടെ ജാഗ്രത നമ്മൾ നോക്കുക. കാരണം വരുന്ന ആളുകൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പരിശോധിക്കുക. കുറേ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ. ഇതുവരെ എങ്ങനെയാണ് ഇത് തുടർന്നത്? അങ്ങനെയാണല്ലോ വന്നിട്ടുള്ളത്. എത്രയോ കാലമായിട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ ചെയ്തിട്ടുള്ളത്. അതല്ലേ ഇതിൽ വന്നിട്ടുള്ളൂ. ഇവരുടെ വീഡിയോ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടോ? ഈ ജ്യോതി മൽഹോത്ര കേരളത്തിന് വേണ്ടി മാത്രമല്ല മറ്റ് സ്റ്റേറ്റുകൾക്ക് വേണ്ടിയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവരെ പല സ്റ്റേറ്റുകളും ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിപ്പോൾ ഈ ചോദ്യം ചോദിക്കാനുള്ള ഉദ്ദേശം എന്താ? എനിക്ക് മനസ്സിലായില്ല. അതായത് ഇവർ നടത്തിയ ചാരപ്രവൃത്തിയിൽ നമുക്കൊക്കെ എന്തെങ്കിലും പങ്കുണ്ടോ എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതാണോ? വന്ന ഒരാളെ ആണല്ലോ ഈ കേസ്. അല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ക്ഷണിച്ചിട്ടാണല്ലോ വന്നത്. അതെങ്ങനെയാണ് ഇതെന്നൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കി. എങ്ങനെയാണ് കാലങ്ങളായി ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത്? അതിൽ മന്ത്രിക്കോ ഗവൺമെൻറ്റിനോ എന്തെങ്കിലും റോളുണ്ടോ എന്നൊക്കെ നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് പരിശോധിച്ചിട്ടാണ് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത്. നിങ്ങൾ ഓൾറെഡി വാർത്ത കൊടുത്തു കഴിഞ്ഞല്ലോ. അതിൻ്റെ കാർഡ് വന്നു കഴിഞ്ഞു. കാർഡിൽ വന്നിട്ടുള്ള വാചകങ്ങൾ എന്താണെന്ന് നമുക്കറിയാം, ഒക്കെ നമുക്കറിയാം. അതിന് മുമ്പ് ഒന്ന് പഠിച്ചിട്ട് ഇതെങ്ങനെയാണ് ഇത്തരം സംവിധാനങ്ങൾ, ടൂറിസം വകുപ്പിന് അതിൽ റോളുണ്ടോ, മന്ത്രിക്ക് റോളുണ്ടോ, സർക്കാരിന് റോളുണ്ടോ എന്നൊക്കെ പഠിച്ചിട്ടല്ലേ സാധാരണ മാധ്യമപ്രവർത്തനം നടത്തേണ്ടത് അല്ലേ? അങ്ങനെയല്ലേ നടത്തുന്നത്? ചെറിയ കാര്യമായിട്ടത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ? ചാരപ്രവൃത്തിയായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലൊക്കെ കൊടുക്കേണ്ട പോലെയാണോ വന്നത് വാർത്ത? നിങ്ങൾ പരിശോധിക്കൂ. അപ്പോൾ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഈ ചാരപ്രവൃത്തി നടത്തുന്നവരുമായി ചേർന്നുകൊണ്ട് അവരെവിടേക്ക് കൊണ്ടുവന്ന് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത് എല്ലാ നിലയിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പോയി എന്നുള്ള അഭിപ്രായമാണോ നിങ്ങൾക്ക്? BJPയുടെ ഏതോ നേതാവ് അഭിപ്രായം പറഞ്ഞായിട്ട് കേട്ടു. നിങ്ങൾക്കും അഭിപ്രായം ഉണ്ടോ? എനിക്കറിയില്ല. വാർത്ത കൊടുക്കുമ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നോക്കണം. ഇതാ കിട്ടിപ്പോയി ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടാകാണ്ട് രണ്ട് പൊട്ടിക്കുക എന്നുള്ള എന്ത് ഉപയോഗിക്കാൻ നിങ്ങൾ തീരുമാനിച്ചപ്പോൾ നമ്മളെന്ത് പറയാൻ? അത് ഇതിൽ നിങ്ങൾ ഏതായാലും നിങ്ങൾ കാർഡൊക്കെ ഇട്ട് വാർത്ത കൊടുത്തു കഴിഞ്ഞു. ആ കാർഡിട്ട് പല ആളുകളും വിളിച്ചൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് കളർഫുള്ളായിട്ട് വാർത്ത കൊടുത്തു, ഒരു കുഴപ്പമില്ല. അല്ല, ഞാൻ പറയാം, ഈ ചാരപ്രവർത്തിക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കാൻ ഇടപെട്ടു എന്ന് എങ്ങനെയാ നിങ്ങൾ വാർത്ത കൊടുത്തു? ജനം ഇതൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വാർത്ത കൊടുത്തില്ല. നിങ്ങൾ ഫസ്റ്റ് നിങ്ങളെ ന്യൂസ് എടുത്തോ. നിങ്ങളെ കാർഡിൽ എന്താ ഉള്ളത്? കാർഡ് എടുത്തോ. എങ്ങനെയാണ് ഇവർ വരുന്നതിൻ്റെ ക്രമം എങ്ങനെയാണ്, എന്താണ്, ഏതാണ്
എന്നൊക്കെ അന്വേഷിച്ചിട്ടല്ലേ ഇത്തരം വിഷയങ്ങൾ വാർത്ത കൊടുക്കേണ്ടത്. എന്തെങ്കിലും ഒരു മര്യാദ ഒരു ഓൺലൈൻ വാർത്ത കൊടുത്തവർ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു മര്യാദ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ലല്ലോ. ഇത് ചില്ലറ കളിയറ്റത്, ചാരപ്രവൃത്തിയാ വിഷയം, തമാശ കളിയാ. അവിടെ നിങ്ങൾ പറ്റുന്ന മാതിരിയൊക്കെ നിങ്ങളെ ചിലരോട് പറയും അടിച്ചാലൊന്നും വേദനിക്കില്ല, കാരണം ജനം നമ്മളെ കൂടെ ഉണ്ട്. അത് നല്ല ധാരണ നമുക്കുണ്ട്. നിങ്ങൾ അനുവദിച്ചാൽ എനിക്കൊന്ന് ഉള്ളിൽ കയറി ഡോറടക്കാം. അല്ലെങ്കിൽ എന്താ അറിയോ, ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാറിലേക്ക് ചാടിക്കയറി എനിക്കാണ് പരിപാടിയുണ്ട്. നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പോവാം. നിങ്ങൾ വാർത്ത കൊടുക്കേണ്ടത് ഇത്തരം അസംബന്ധ വാർത്ത തുടങ്ങി വെച്ചത് ആരാണ്? അതാണ് വരേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാർത്ത വരേണ്ടത്. ഞാൻ BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഒരു ബൈറ്റ് ചെയ്യുമ്പോൾ കണ്ടു. അദ്ദേഹത്തിന് രാഷ്ട്രീയ അജണ്ട ഉണ്ടാവും അതിൽ. അതിനനുസരിച്ച് നിങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയാനാ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതുപോലെ ചെയ്തോ, നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് തോന്നുകയാണ് ഇതൊക്കെ വളരെ ബോധപൂർവം പ്ലാൻഡായി ആലോചിച്ച് ചാരപ്രവർത്തിക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാൻ എല്ലാവരും കൊണ്ടുവന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചു എന്ന് വാർത്ത കൊടുക്കാൻ നിന്നും കൊടുത്തോന്ന്. ഞാൻ എന്നാലും നിങ്ങളോട് ചിരിച്ചിട്ടേ പെരുമാറുള്ളൂ. അത് നല്ല ചോദ്യമാണ്, ഒന്നും കൂടി ചോദിക്കും. ഇത്തരം പ്രചരണം നടത്തുന്നവരോട് പറയാനുള്ളത്, ഒരു തരത്തിലുള്ള ഭയം ഇത്തരം പ്രചരണത്തിലില്ല. ഇത്തരം പ്രചരണത്തോട് പുല്ല് വിലയാണ്. കാരണം ജനം ഞങ്ങളുടെ കൂടെയുണ്ട്. ജനം അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. താങ്ക് യു. അത് ഇനിയും നമ്മളെല്ലാ വർഷവും ബ്ലോഗർമാരെ കൊണ്ടുവരുന്നതാണല്ലോ. ഇനി അല്ല ഇനി കൊണ്ടുവരുന്ന ഘട്ടത്തില്ലേ പോകാം അല്ലേ?